രാധാകൃഷ്ണൻ, ഈ എക്സിറ്റ് പോളൊക്കെ വന്നപ്പോൾ കേരളം ഈ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുതിച്ചു ചാട്ടം എൻ ഡി എയുടെ വോട്ടിൽ കാണുന്നുണ്ട്. 27% വോട്ട് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയും ആക്സിസും, ഇന്ത്യ ടുഡേക്ക് വേണ്ടി ആക്സിസ് ചെയ്തത്. ഇന്ത്യ ടുഡേ ഒരു കപട മതേതര ചാനലാണ്, എൻ ഡി എ വിരുദ്ധവുമാണ്. പക്ഷേ ആക്സിസ് കഴിഞ്ഞ തവണ കൃത്യമായിട്ട് പ്രവചിച്ച ഒരു ഏജൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് മുഖവിലക്കെടുക്കാം. 27. അപ്പോൾ എൽ ഡി എഫിന് 29%, വ്യത്യാസം 2% വരുന്നുള്ളൂ. ഈ രണ്ടാം സ്ഥാനത്തേക്ക് കേരളത്തിൽ BJP കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഈ എക്സിറ്റ് ഫലങ്ങൾ കാണിക്കുന്നത്. UDF പക്ഷെ 41% കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ എൻ ഡി എക്ക് കുതിച്ചുചാട്ടം വരുന്നതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികൾ മറ്റേ കേരളത്തിലെ 23%, ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ 23% പേര് എൻ ഡി എക്ക് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അവരുടെ കണക്കിൽ കാണുന്നത്. LDFന് 6% പോയിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. മറ്റേ അതുപോലെ UDFന് സ്വാഭാവികമായിട്ടും 7% കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറയുമ്പോഴല്ലേ എൻ ഡി എക്ക് കിട്ടുള്ളൂ. അതെ, പക്ഷേ ഇത് സൈസ്യബിളാണ്. 23% ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ മാറ്റം ക്രിസ്ത്യാനികൾക്കിടയിൽ എങ്ങനെ വന്നു? അതിന് 2-3 കാരണങ്ങൾ നമ്മളിതിൻ്റെ മുന്നൊരുക്കമായിട്ട് കാണണം. ഒന്നാമത്, ഞാൻ ഒരിക്കൽ ഒരു ചർച്ചയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മോദിക്ക് അനുകൂലമായി ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ആ ട്രെൻഡ് ഞാൻ കണ്ടത്, നേരിട്ട് കണ്ടത്, ഞാനൊരു 10-30 അത്തരം അനുഭവങ്ങൾ എനിക്കുണ്ട്. കണ്ടത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ കയ്യിലാണ്. അതും വിശേഷം സ്ത്രീകളായിരുന്നു. പച്ചക്കറി വിൽക്കുന്ന സ്ത്രീകൾ, മീൻ വിൽക്കുന്ന സ്ത്രീകൾ, പെട്ടിക്കട നടത്തുന്ന സ്ത്രീകൾ, പെട്രോൾ ബങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ, ഇവരൊക്കെയാണ് ഒരു മോദി ഫാൻഫെയറായിട്ട് ഞാൻ നേരിട്ട് കണ്ടത്. അപ്പോൾ ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡ് എത്രയ്ക്ക് ഒരു വേവ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് അപ്പോഴും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ട്രെൻഡുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ട്രെൻഡുണ്ട് എന്നുള്ളൊരു കാര്യം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇടതുപക്ഷം സ്വീകരിച്ച മുസ്ലിം അപ്പീസ്മെൻറ്റ്, അതൊരു എന്താ പറയണ്ട, ഒരു ഓവർ പാമ്പറിങ് എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു. അതിലാളനം കൊടുക്കുകയായിരുന്നു. മുസ്ലിങ്ങൾക്ക് അതിലാളനം കൊടുത്തുകൊണ്ട് അവരെ ഒരു വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രങ്ങളാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരാണ് ഇനി ഭാവി കേരളത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുയായികളായ മുഹമ്മദ് റിയാസും എ റഹീം, ഷംസീർ, പിന്നെ സജീർ, ഇങ്ങനെ കുറേ പേര് ഇതിന് വേണ്ടി ഇങ്ങനെ വന്ന് നടത്തിയിരുന്നു. എളമരം കരീം അടക്കം ഒരുപാട് പേരിങ്ങനെ വന്നിട്ട് ഇതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ ജനതയിലാണ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വസ്തുത അവശേഷിച്ചിട്ടുണ്ട്. ഈ ഹിന്ദുക്കളുടെ ചെറുത്തുനിൽപ്പിൻ്റെ അത്രയും ശക്തമായി മുസ്ലിങ്ങളോട് ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പ് ക്രിസ്ത്യാനികൾക്ക് പൊതുവെ കുറവാണ്. പൊതുവെ ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു സംഘർഷത്തിന് പോകുന്ന ടൈപ്പല്ല അവർ. അപ്പോൾ അതിലേക്ക് കടന്നു കയറുകയും അവരുടെ മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുകയും അവരുടെ പെൺകുട്ടികളെ ബലാത്കാരമായി കൊണ്ടുപോയി ജിഹാദി നടത്തി മതപരിവർത്തനം നടത്തി ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു വാക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇത് ക്രിസ്ത്യാനികൾക്കിടയിൽ സൃഷ്ടിച്ച ഒരു അരക്ഷിതത്വ ബോധമുണ്ട്. അതിലവർ കണ്ട, സ്വാഭാവികമായിട്ടും അവർ കാണുന്ന ഒരു ശക്തനായ ഭരണാധികാരി, ഒരു നേതാവ് എന്ന നിലക്ക് നിലപാടുകൾ എടുക്കുന്ന ഒരു നേതാവ് മോദി ആയതുകൊണ്ട്
അവരുടെ പൗരോഹിത്യം എന്ത് പറഞ്ഞാലും മോദിക്ക് അനുകൂലമായി ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടായിരുന്നു. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം രാമനറിയാമല്ലോ, ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഒരുപക്ഷെ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലുള്ള ഒരാളാണ് ഞാനെന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയും. കാരണം ഞാൻ ഈ മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികളുടെയും അവരുടെ വിവിധ സെമിനാരികളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പുതിയ ജനറേഷനിൽപ്പെട്ട ഈ പുരോഹിതന്മാരിലും ഈ നമ്മുടെ കന്യാസ്ത്രീകളിലും ഈ മോദി തേവരയിലൊരു യുവം മീറ്റിങ്ങിന് വന്നപ്പോൾ ഒരു 27 ബിഷപ്പുമാരെ 27 ബിഷപ്പുമാരുടെ പ്രതിനിധികളായിട്ട് 9 പേരെ മോദി കണ്ടു. അന്ന് രാധാകൃഷ്ണൻ ഞാനതിന് സാക്ഷിയായിരുന്നു. ഞാനും കെ സുരേന്ദ്രനും മാത്രമാണ് സാക്ഷികളായിട്ട് ഉണ്ടായിരുന്നത്. മോദി അവർ മോദിയോടും സൗഹൃദ സംഭാഷണമാണ് നടത്തിയത്. മോദി പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഈ രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് പോകണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ, വിശേഷിച്ചും ഈ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യാനികൾ, നമ്മൾ സുറിയാനിക്കാർ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളിലുള്ള മഹാഭൂരിപക്ഷം കുടുംബങ്ങളിൽപ്പെട്ടവരും വിദേശത്തേക്ക് പോവുകയാണ്. അവർക്ക് ഈ വിദേശത്തേക്ക് പോകുന്ന ഒരുത്തനും, വിശേഷിച്ചും നമ്മുടെ ഈ ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക്, അവർ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും തനിമയിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നമുക്കറിയാമല്ലോ, എബ്രഹാം ഈപ്പൻ പാലാമ്പടമൊക്കെ നടന്നു വരുന്നതൊക്കെ ഞാനും താനും കോട്ടയത്ത് കണ്ടിട്ടുണ്ട്. കാരണം അവരൊരു മലയാളിത്വത്തിലും ഭാരതീയത്വത്തിലുമൊക്കെ വലിയ അഭിമാനം കൊള്ളുന്ന ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അവരുടെ പരമ്പരയും ഈ വിദേശത്ത് പോകുന്നത് സ്വദേശത്ത് അവർക്ക് വേണ്ടത്ര ആദരവും അംഗീകാരവും അവസരവും ലഭിക്കാഞ്ഞിട്ടാണ്. ഇവിടെ ഇത് കിട്ടിയാൽ ചെയ്യും. പക്ഷേ കേരളത്തിൻ്റെ മണ്ണും കേരളത്തിൻ്റെ സമൂഹവും അത്തരക്കാർക്ക് വളരാൻ കഴിയാത്ത വിധത്തിലുള്ള റെജിമെൻറ്റൈസേഷൻ നടത്തിക്കളഞ്ഞ് കമ്മ്യൂണിസവും ആ കമ്മ്യൂണിസ്റ്റുകാരെ അനുകരിച്ച കോൺഗ്രസും. ഞാൻ കോൺഗ്രസ് അനുകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം രാമൻ ഓർക്കുന്നത് നന്നാണ്. കാരണം മഹാത്മാഗാന്ധി കള്ളിനെതിരാണ്, ശ്രീനാരായണ ഗുരുവും കള്ളിനെതിരാണ്, ചെത്തുകാരൻ തൊട്ടതൊക്കെ നാറുമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കള്ളിനെതിരാണ്. അപ്പോൾ CPM ചെത്തുതൊഴിലാളികളെ സംഘടിപ്പിച്ച് വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളികളാക്കിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. INTUC അത് സംഘടിപ്പിച്ചതു ഗാന്ധിയനാണല്ലോ ഇവർ. INTUC ചെത്തുതൊഴിലാളികളെ സംഘടിപ്പിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ക്രമേണ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർ രണ്ടു കൂട്ടരും ഇതിൽ നിന്ന് മാറിയിട്ട് ഈ ദുർബല വിഭാഗങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കുട്ടികൾക്ക് അവരായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകേണ്ട ഒരവസ്ഥ വന്ന് അത് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല. കാരണം കേരളത്തിൻ്റെ തനിമയിലും ഭാരതത്തിൻ്റെ സംസ്കാരത്തിലും ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് അവർ പോകുന്നു എന്ന് പറഞ്ഞാൽ നിവൃത്തിയോട് കൊണ്ട് പോകുന്നതാണ്. ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. പണം ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് തുടങ്ങാനോ പറ്റുന്നില്ല. അതിനുള്ളൊരു അന്തരീക്ഷമില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ഈ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള നമ്മുടെ യൂസഫ് അലി പറഞ്ഞതാണ് ഒരു TV ചർച്ചയിൽ. കാരണം ഇവിടെ അതിനുള്ള അന്തരീക്ഷമില്ല, നിങ്ങളത് ഒരുക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വന്നപ്പോഴാണ് എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഈ ഒരുതരം എൻ്റർപ്രൈനർഷിപ്പ് ബ്ലഡിൽ കലർന്നിട്ടുള്ള നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ മുഴുവനും വിദേശത്തേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് അന്ന് മോദി അവരോട് സംസാരിച്ചിരുന്നു. മോദി പറഞ്ഞു, നമുക്കിവിടെ അന്തരീക്ഷം ഒരുക്കണം, നമ്മുടെ കുട്ടികളാണ് അവർക്കിവിടെ വളർന്ന് വികസിച്ച് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് മോദി പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കരുത്തനായ ഒരു ഭരണാധികാരിയിൽ വിശ്വാസമുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത് വന്ന് 27% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനത് ആദ്യമേ തന്നെ കണ്ടെത്തി, ചുരുങ്ങിയ വർഷം തൻ്റെ അടുത്തെങ്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ട്രെൻഡുണ്ട്. അതെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഈ 27% എന്ന് പറഞ്ഞ സമയത്ത്
എൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം അതൊരു വെയ്വായി മാറിയിട്ടില്ലേ എന്നുള്ളതാണ്. അതൊരു വെയ്വായി മാറിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടായിരുന്നു. അതുണ്ട്, ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുണ്ടായിരുന്നു. കാരണം ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകലും ഒടുങ്ങി, ബൂത്ത് ഏജൻ്റായിട്ട് പോലും ഒടുങ്ങി, പ്രസംഗിക്കാൻ പോകലും ഒടുങ്ങി, കവലപ്രസംഗം തുടങ്ങിയൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ ശ്രദ്ധാപൂർവം നോക്കുന്ന ഒരാളുമാണ്. പക്ഷെ അന്നൊന്നും കാണാതിരുന്ന വിധത്തിലുള്ള ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇതെല്ലാം ആ ഹിന്ദു ഏകീകരണത്തിനും കാരണം എന്താണ്? മുസ്ലിം അപ്പീസ്മെൻ്റാണ്. മുസ്ലിം അപ്പീസ്മെൻ്റാണ്. അങ്ങനെ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് എന്ന് പറയാൻ നിവൃത്തിയില്ല അതിനാ. അപ്പോൾ ഈ 2% മാത്രമാണല്ലോ വ്യത്യാസം. LDF 29, മറ്റേ NDA 27. അപ്പോൾ ഈ ഹിന്ദു പാർട്ടി ആയിരുന്നല്ലോ ഇത്രയും കാലം CPM. ഹിന്ദു പാർട്ടി CPM അല്ല BJP ആണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. റീപ്ലേസ്മെന്റ് വരികയാണോ കേരള രാഷ്ട്രീയത്തിൽ? അതെ, ഒരു തിരിച്ചറിവ്. അതില് ഈ ഈഴവര് BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതിനർത്ഥമുണ്ടോ? ധാരാളമുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദു ഏകീകരണത്തിൽ അവരുമുണ്ട്. ഈ ശബരിമലക്കാലത്ത് അങ്ങനെ ഒരു മാറ്റം വന്നു. ശബരിമലക്കാലത്ത് അങ്ങനെ ഒരു മാറ്റം വന്ന്, പക്ഷെ അത് ഈ എന്താണ് തൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന രീതിയിൽ യാതൊരു ജോലിയും ചെയ്യാതെ അതിൻ്റെ ബെനിഫിറ്റ് അടിച്ചു മാറ്റിയെടുത്തത് UDF ആണ്. അവരൊന്നും ചെയ്തിട്ടില്ല, വെറുതെ നിൽക്കിയിരുന്നു. ആകേണ്ട ഞാൻ ഒരു അനുഭവം പറയാം. ആദ്യമായിട്ട് ഒരു പ്രാർത്ഥന യോഗം സംഘടിപ്പിക്കുകയാണ്, ശാന്തിയാത്ര. എറണാകുളത്താണ് ആദ്യം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഘാടകരിലൊരാൾ ഞാനുമാണ്. അപ്പോൾ ഞങ്ങളൊരു 500 പേര് മുതൽ 1000 പേരെ വരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ എല്ലാ ധാരണകളെയും ലംഘിച്ചുകൊണ്ട് ഒരു 5000-6000 പേര് സ്ത്രീകൾ അവിടെ വന്നു. അപ്പോഴെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടൻ സുരേഷ് ഗോപിയും പിന്നെ മറ്റേ ഇവിടുത്തെ ശബരിമല ഇതുണ്ടല്ലോ അവിടുത്തെ സതീഷ് അദ്ദേഹം മരിച്ചു ഈ അടുത്ത്, ആ വർമ്മ, ശശികുമാർ വർമ്മ, ഞാൻ, N. വേണുഗോപാൽ, ഞങ്ങൾ ഇത്രയും പേരാണ് ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വലിയ വിളക്ക് വെച്ചിട്ടുണ്ട്. ആ വിളക്കിൻ്റെ മുന്നിൽ അന്തരിച്ച നല്ല സ്റ്റൗട്ടായിട്ടുള്ള ഗോവിന്ദഭരതൻ ഒരു മറ്റേ കൈവിളക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോയില്ല. എന്താ പോകാതിരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, TV ക്യാമറയുടെ മുന്നിലിരിക്കുന്ന വിളക്കും ആ വിളക്ക് കത്തിക്കാനുള്ള തിരക്കും, ആ തിരക്കിൽ ഒരാൾക്കും കോൺഗ്രസ്സുകാരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഫലമുണ്ടായി. ഒരൊറ്റ തള്ളു വന്ന് ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കരയോഗത്തിലെ വേണുവും സുരേഷ് ഗോപിയും കാണേ കിടക്കുന്നു. ഞാൻ സൈഡിൽ മാറി നിന്ന കാരണം കാണയിൽ വീഴേണ്ടി വന്നില്ല. അവർ വിളക്ക് കത്തിച്ച് ക്യാമറയിൽ പതിഞ്ഞ് ഉടനെ തന്നെ അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഡൊമിനിക് പ്രസൻറ്റേഷൻ ഉണ്ട്, KV തോമസ് ഉണ്ട്, ബെന്നി ബെഹനാൻ ഉണ്ട്, പിന്നെ ഇവിടെയുള്ള മിക്കവാറും നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെയൊക്കെ പേര് പറയണത് അവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതിൻ്റെ പേരിലൊരു കേസ് വന്ന സമയത്ത് ഇവരാരും പ്രതികളല്ല, ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടാൽ തിരിച്ചറിയാവുന്ന, ഞാൻ അപ്പോൾ ചോദിച്ചു, നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയില്ലല്ലേ? കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രതികളുടെ പേര് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കടലാസിൽ ഇവരുടെ പേരൊക്കെ എഴുതി കൊടുത്ത്, ഇവരുടെ പേര് എഴുതിയതോടുകൂടി ആ കേസ് ഉണ്ടായില്ല. കാരണം ഇതാണ് ഇതിൻ്റെ, അവരങ്ങനെ പോയി. പക്ഷേ ഈ ശബരിമലയെ എന്ന് ആര് തൊട്ടാലും അത് പൊള്ളുന്ന കേസാണ്. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ജാതി മത വ്യത്യാസമില്ലാതെ അവരെ സ്പർശിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ശബരിമലയാണ്. ഇവിടെ ഈ നരേന്ദ്രമോദി മറ്റേ എന്താണ് പുരി ജഗന്നാഥൻ എൻ്റെ ശിഷ്യനാണ്, ഭക്തനാണ്, പുരി ജഗന്നാഥൻ തൻ്റെ ഭക്തനാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞല്ലോ. അതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു. അതെ, ഒരു തെറ്റുമില്ല.
അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നുമുള്ള മഹാവാക്യങ്ങൾ പറയുന്ന ഒരു സംസ്കാരത്തിൽ ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. അഭിന്നതയാണ് അതിൻ്റെ മാനദണ്ഡം. ശബരിമലയിൽ അങ്ങ് പോയിട്ടുണ്ടല്ലോ, അങ്ങ് പുറത്ത് നിൽക്കുന്ന ആൾ, അങ്ങയുടെ പേര് അയ്യപ്പൻ, അകത്തിരിക്കുന്ന ആരാണ്? അതും അയ്യപ്പൻ. അയ്യപ്പനെ വണങ്ങേണ്. ഇതാണ് തത്വമസി എന്ന് പറയുന്നത്. ആ സങ്കല്പം, അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ല എന്നുള്ളതിൽ എനിക്ക് ഒരു അല്പം പോലും അത്ഭുതമില്ല. മണിശങ്കരയ്യർക്ക് ഒട്ടും മനസ്സിലായില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ സേവകനാണ്. അദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കും അത് കോൺഗ്രസ്സിൽ മനസ്സിലായില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തി. കാരണം ഈ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഭക്തനും ദൈവവും തമ്മിൽ അഭിന്ന ഭാവത്തിൽ വർത്തിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് എനിക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് മൂർത്തിക്ക്, രാമനറിയാലോ, എന്നേക്കാൾ കൂടുതൽ അത് രാമനറിയാവുന്ന കാര്യമാണ്. മൂർത്തിക്ക് ശക്തി കിട്ടുന്നത് എങ്ങനെയാണ്? ഭക്തന് അങ്ങോട്ട് കൊടുക്കുകയും ഭക്തൻ ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സങ്കല്പം വരുന്നത്. ആ സങ്കല്പം നിശ്ചയമുള്ളത് കൊണ്ടും തത്വമസി എന്ന വാക്യത്തിൻ്റെ അർത്ഥമറിയാവുന്നത് കൊണ്ടാണ് മോദി അത് പറഞ്ഞത്. ദൗർഭാഗ്യവശാൽ ഇവർക്കാർക്കും മനസ്സിലായില്ല. പിന്നെ മലയാളം ചാനലുകളിലെ അവതാരകർക്ക് അത് മനസ്സിലാകാത്തതിൽ എനിക്ക് അല്പം പോലും അത്ഭുതമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നല്ല, ഒന്നും മനസ്സിലാവില്ല. അവർക്ക് കാരണം തനിക്ക് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഇന്നത് അറിയില്ല എന്നൊരു ബോധം വേണ്ട. പക്ഷെ അവർ ധീരരായ പോരാളികളാണ് കേട്ടോ. ധീരാണോ ഇല്ലാതെ ഇന്നലെ ഈ മോദി തരംഗം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാഭിമാനമില്ല. പിന്നെ പറയുന്ന കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് വിശ്വാസമില്ലാത്ത കാര്യമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രപ്രവർത്തനം നടത്തുന്ന സമയത്ത് നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് എഴുതേണ്ടി വരും. ഞാനതില്ല എന്ന് പറയുന്നില്ല, ചിലപ്പോൾ പറയേണ്ടിയും വരും. പക്ഷേ നമുക്ക് ബോധ്യമുള്ള കാര്യവും നമ്മൾ പറയാറുണ്ട്. ഇവരങ്ങനെയല്ല. അത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പഠിക്കുന്ന കാലത്ത് ബൊളീവിയൻ കാടുകളിലൂടെ ചെഗുവേര നടന്ന രീതിയിൽ ക്യാമ്പസിൽ നടന്ന് വിപ്ലവം നടത്തിയവരാണ് ഒക്കെ. അല്ല, ഒരു പറയും ഞാൻ എൻ്റെ SFI ദിനങ്ങളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്താ ദിനങ്ങളിൽ നിന്നും പറയും. അല്ല, എന്ത് അഭിമാനം കൊള്ളാനാണ് ഉള്ളത് ഇതിനകത്ത്? ഒന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ തന്നെ എന്താ അഭിമാനം കൊള്ളാനുള്ളതിനകത്ത്? അഭിപ്രായ വ്യത്യാസമുള്ളതിനെ കൊല്ലും എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിപ്പ് വരുന്നത്? നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നം ശരിയാക്കാനുള്ള ഏക മാർഗം ഒരുവൻ മറ്റവനെ കൊല്ലുന്നതാണെന്ന് പറയുന്നൊരു സിദ്ധാന്തത്തെ ശരിയാണെന്ന് അംഗീകരിക്കാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ട് കൊണ്ടല്ല, ഒരു വൈരുദ്ധ്യമുള്ള വിരുദ്ധനായതുകൊണ്ടല്ല, ഈ തത്വശാസ്ത്രം എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ലവരില്ല, എത്രയോ നല്ലവരുണ്ട്. ത്യാഗസുരഭിലമായ ജീവിതം നയിച്ച എത്രയോ പേരുണ്ട്. അവരെയൊക്കെ എനിക്ക് ആദരവാണ്. പക്ഷേ ഈ സിദ്ധാന്തം ശരിയല്ല. ഈ ഇത്തവണ CPM സഖാക്കൾ ഈ NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തതായിട്ട് സംശയിക്കാൻ പറ്റില്ല. എന്തായാലും എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്, അക്കാര്യം എനിക്ക് ഉറപ്പാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 27%. അല്ല, ഞാൻ അതിനൊക്കെ വരെയാണ്. മോദിയുടെ ഒരു തരംഗമാണ് എന്നുണ്ടെങ്കിൽ, ഈ തരത്തിൽ ഒരു ക്രിസ്ത്യൻ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്, ഈ 27% എന്നുള്ളത് കൂടാനാണ് സാധ്യത. കാരണം ഒരു ഹിന്ദു ഏകീകരണം, ഒരു പ്രോ മോദി തരംഗം, ഒപ്പം ഈ ഒരു മൈനോറിറ്റി മുസ്ലിം വിരുദ്ധ മനോഭാവം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ആര്? UDFും LDFും തമ്മിൽ. അപ്പോൾ UDFും LDFും തമ്മിൽ ഈ കാര്യത്തിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഒരു ഉദാഹരണം എടുത്തു നോക്ക്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും പറയുന്നത് അവിടെ എന്ന വടകരയിൽ വർഗീയത പറഞ്ഞത് ആരാണ്? അവിടെ പുതിയാപ്പിളയായിട്ട് പോയി ഇറങ്ങിയത് ആരാണ്? ആദ്യം വടകരയിൽ വർഗീയത പറഞ്ഞത് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ കൗണ്ടർ വർഗീയതയും വന്ന് ഇതുപോലെ നഗ്നമായ രീതിയിൽ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് തേടിയ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല.
ഏറ്റവും വലിയ വർഗീയവാദികൾ പോലും പറയാത്ത തരത്തിൽ നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അതും ഈ നാദാപുരത്ത് വേറൊരു കാര്യമുണ്ട്, ഇവർ മൂടി വെക്കുന്നൊരു കാര്യമുണ്ട്. നാദാപുരത്ത് ഉണ്ണിയാർച്ചയുടെ കഥ മുതൽ നമ്മൾ തുടങ്ങുന്നുണ്ടല്ലോ. നാദാപുരത്ത് ലോകനാർക്കാവിലേക്ക് ഉണ്ണിയാർച്ച പോയത്, അല്ലിമലർക്കാവിലേക്ക് പോയത്, അവിടുത്തെ കൂത്ത് കാണാൻ വേണ്ടി പോയത്. അങ്ങനെ കൂത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ ആ അങ്ങാടിയിലൂടെ പോകുമ്പോൾ മുസ്ലിം മുഷ്കുണ്ടായിരുന്നത്. മുസ്ലിം മുഷ്കെന്ന് പറഞ്ഞാൽ അവിടുത്തെ തീയ സ്ത്രീകളെ കയറി പിടിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് അതിനെതിരെ പോരാടിയ ധീര വനിതയായിട്ടാണ് ആര് വരുന്നത്? ഉണ്ണിയാർച്ച വരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അന്ന് തുടങ്ങിയ ഇങ്ങനെ ഒരു റിഫ്റ്റ് നിലനിൽക്കുന്നൊരു സ്ഥലമാണ് അവിടെ. അവിടെയാണ് പുതിയാപ്പിളയായിട്ട് പോയിറങ്ങുന്നതും എല്ലാ മുസ്ലിങ്ങളും കൂടി ഇവനെ വാർത്തയോടുകൂടി എടുത്ത് പൊക്കി ആഘോഷിക്കുന്നതും. അതുണ്ടായല്ലോ അവിടെ, അതുണ്ടായി. അതിൻ്റെ കൗണ്ടറും വന്നു. അപ്പോൾ UDF ഉം LDF ഉം ഒരുപോലെ അവിടെ വെച്ചാണ് അത് തെറ്റിപ്പോകുന്നത്. ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും UDFിൽ നിന്ന് എനിക്കായിട്ടൊരു ഊഹം, മുസ്ലിം വോട്ടും UDFന് കുറഞ്ഞിരിക്കും എന്ന് തന്നെയാണ്. ഞാൻ മുസ്ലിം വോട്ടിൻ്റെ ഒരു കണക്ക് പറയട്ടെ. ഈ ആക്സിസിലുള്ളത് UDFന് 4% മുസ്ലിം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. LDFന് 1% മുസ്ലിം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. NDAക്ക് 4% മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ട്. +3. ആ +3 വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ടാകുന്നത് മുസ്ലിം സ്ത്രീകളായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, സ്ത്രീ സഹജമായ മനഃശാസ്ത്രം പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നവർക്കറിയാം, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് 4 സ്ത്രീകളെ കൂടി കൊണ്ടുവന്ന് വീട്ടിൽ ഭാര്യയായിട്ട് താമസിക്കുന്നത് ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കുക. ഒന്നത്. രണ്ടാമത്, ഒരു മുത്തലാഖ് ചൊല്ലി ഇവരുടെ ജീവിതം പെരുവഴിയിലാക്കുന്നൊരു കാര്യം ശരിയായിരിക്കുക. ഏത് മതത്തിൻ്റെ എന്ത് പറഞ്ഞാലും അവനവൻ്റെ മനുഷ്യർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് എന്തായിരിക്കും? നന്നായിട്ട് ആഹാരം കഴിച്ച്, നന്നായി ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം ഇതൊക്കെ കിട്ടി വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കണമെന്നല്ലേ? കുറച്ച് നേരം പാട്ടും, കുറച്ച് നേരം ഡാൻസും, കുറച്ച് നേരം സിനിമയും, കുറച്ച് നേരം ഇതൊക്കെ കണ്ട് ജീവിക്കണമെന്നല്ലേ? നാടകമൊക്കെ കണ്ട് ജീവിക്കണമെന്നല്ലേ മനുഷ്യർക്കുണ്ടാകുക? അതൊക്കെ വിലക്കുന്ന ഒരു സംവിധാനത്തോട് മുസ്ലിം സ്ത്രീകൾക്കുണ്ടായ എതിർപ്പായിരിക്കണം ഈ 4% വോട്ടായി പ്രതിഫലിച്ചത്. അത് മുസ്ലിം സ്ത്രീകളായിരിക്കുന്നതാണ്. അതെ, എൻ്റെ ബലമായ കാരണം മറ്റൊരു ബെനിഫിഷ്യറീസ് ആണല്ല. ഈ തൃശ്ശൂരിൽ പക്ഷേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് മലപ്പുറത്ത് പോയിട്ടുണ്ടല്ലോ. മലപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഈ പോസ്റ്ററിൽ എന്താ വരാറുള്ളത്? അബൂബക്കറിൻ്റെ ബീവിക്ക് വോട്ട് ചെയ്യാനാണ് പറയണത്. ശരിയല്ലേ? അത് ആദ്യത്തെ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും അങ്ങനെയായിരുന്നു. അബൂബക്കർ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയി കുറേ പേരുകൾ. അബൂബക്കറിൻ്റെ ബീവിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? അബൂബക്കറിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്ഥാനാർത്ഥിക്ക് അവരുടെ ഫോട്ടോ വെക്കാൻ നിർത്തയില്ല. അതിന് പകരം അബൂബക്കറിൻ്റെ ബീവിക്ക് വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുണ്ടായിട്ടുള്ള, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, ഈ രീതിയിലുണ്ടായിട്ടുള്ളൊരു വേവാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് എങ്കിൽ കേരളത്തിലെ ഒരൊറ്റ നിയോജക മണ്ഡലത്തിലെയും ഫലം ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ 15 സീറ്റിലേക്കുള്ള വലിയ UDF തരംഗം എന്നൊക്കെ പറയുന്നത് ശരിയാകണം എന്നില്ല. ഓക്കെ, അത് നമുക്ക് ജൂൺ 4 നോക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.